അപ്പോൾ ഈ മണ്ണ് ടൈറ്റ് ആവുന്ന ടൈമിൽ നമ്മളെ വേരുകൾക്കൊക്കെ ക്ഷത ഏൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ വേരുകൾക്ക് ക്ഷത ഏറ്റിട്ട് പിന്നീട് നമ്മളിപ്പോൾ രാവിലെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുന്നതാണ്. അപ്പോൾ രാവിലെ വെള്ളം കൊടുത്തില്ല, നമുക്ക് ടൈമില്ല, നമ്മൾ രാത്രി പോയിട്ട് വെള്ളം കൊടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോട്ടിൽ വെച്ചതാണ്, നല്ല വെയിൽ വന്നിട്ട് മണ്ണിങ്ങനെ ടൈറ്റായിട്ട് ഉറച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേരുകൾക്ക് ക്ഷത ഏറ്റിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ ചെടികൾ വളങ്ങൾ വലിച്ചെടുക്കൂ. അപ്പോൾ ചെടികളൊക്കെ വളങ്ങൾ വലിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ആണ്, അത് വെച്ചാൽ സൂര്യപ്രകാശമുള്ള ടൈമിലാണ് വളങ്ങൾ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രാവിലെ നനച്ചു കൊടുക്കാതെ നമ്മൾ വൈകുന്നേരം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടികൾ വളം വലിച്ചെടുക്കുന്ന ടൈമിൽ മണ്ണ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല, വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വേരുകൾക്ക് ക്ഷത ഏൽക്കും, ചെടികൾ വാടിപ്പോകും, ഉണങ്ങിപ്പോകും, മുരടിപ്പൊക്കെ വരും. അത് മാത്രമല്ല, ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്ന ടൈമിലാണ് വേരുകൾക്ക് പല രോഗങ്ങളും വരൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം മാത്രമല്ല, ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ രാവിലെ 11 മണി വരെ നമുക്ക് നനച്ചു കൊടുക്കട്ടോ. 11 മണി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ ഒരു 11 മണി വരെ നമുക്ക് നനച്ചു കൊടുക്കാം. ഇനി നല്ല വെയിൽ തട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോട്ടിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 നേരമായിട്ട് നനച്ചു കൊടുക്കുക. രാവിലെ ഒരു നന കൊടുക്കുക, അതിനുശേഷം വൈകുന്നേരം ഒരു നന കൊടുക്കുക. ഇനി അങ്ങനെ പറ്റാത്ത ആൾക്കാരാണ്, ഒറ്റ നന മാത്രമേ പറ്റുള്ളൂ, ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്തൊക്കെ നല്ല രീതിയിൽ കരിയില ഒക്കെ പൊത ഇട്ട് കൊടുക്കുക. വേനൽക്കാലം ആകുമ്പോൾ അയച്ചാൽ ഇപ്പോൾ നമ്മൾ പൊത ഇട്ട് കൊടുക്കുമ്പോൾ 2-4 ഇല ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ. ഒരു 4 ഇഞ്ച് ഹൈറ്റ് എടുത്ത്, അപ്പോൾ ഈ ഒരു ഹൈറ്റിലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പൊതട്ട് കൊടുക്കുക. പൊതട്ട് കൊടുത്തിട്ട് രാവിലെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അപ്പോൾ മണ്ണിൽ ഈർപ്പുണ്ടാവും. അപ്പോൾ ആ മണ്ണിൽ എന്ത് വളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും രാവിലെ തന്നെ. അതേപോലെ തന്നെ മണ്ണ് ടൈറ്റ് ആവില്ല, ടൈറ്റ് ആവാതെ വരുമ്പോൾ വേരുകൾക്ക് ക്ഷത ഏൽക്കൂല, കാരണം വേരുകൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഫോട്ടോ അയച്ചു തരുന്നുണ്ട്, അവരൊക്കെ തളിരില വന്നത് അല്ലെങ്കിൽ ചെടി അതേപടി നില വാടി നിൽക്കുന്നത്. അവർ പറഞ്ഞു ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് നനച്ചില്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്, കാരണം മഴ പെയ്യുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അതേപടി തന്നെ ഒലിച്ചു പോകും. പലരും പറയുന്നതാണ് ഇന്നലെ മിനിയാന്ന് മഴ പെയ്തിരുന്നു, അപ്പോൾ ഇനി 2 ദിവസം ഞാൻ നനയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പോട്ടിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നന കൊടുക്കണം. കാരണം മഴ അന്ന് പെയ്യുന്ന മഴ അടി കൂടി അതിനെ മണ്ണിൽ നിൽക്കാൻ പറ്റുന്നത് മാത്രം നിന്നിട്ട് ബാക്കി അടി കൂടി ഒലിച്ചു പോകും. പിറ്റേന്ന് വീണ്ടും വെയിലടിക്കുമ്പോൾ അത് ഡ്രൈ ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ആരും നനയ്ക്കാതിരിക്കരുത്. മണ്ണിൽ എപ്പോഴും ഈർപ്പുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമ്മൾ എന്ത് വളമിട്ട് കൊടുത്താലും അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഹായ്, നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ഈ ചൂട് കാലത്ത് നമ്മൾ വെള്ളം ഏത് സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിൻ്റെ ഗുണം എപ്പോഴാണ് കിട്ടുക. അതേപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ തളിരല വരുന്നത് ആദ്യം മഞ്ഞളിച്ച് പിന്നെ വെള്ള കളറിൽ തളിരല വരുന്നത്, അതെന്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്, അതെങ്ങനെയാണ് പരിഹരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇലകളിൽ വെച്ചാൽ ഇപ്പോൾ ഏതൊരു ചെടി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ തളിരല വരുമ്പോൾ, അല്ലെങ്കിൽ പ്രൂൺ ചെയ്യാതെ തന്നെ പുതിയ തളിരല വരുന്ന ടൈമിൽ ആദ്യം മഞ്ഞളിച്ച് നിൽക്കുന്നത്, പിന്നീട് അത് വെള്ള കളറിലൊക്കെ ആയിട്ടാണ് തളിരല വരുന്നത്. അതെന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തളിരലയിൽ നമ്മൾ മഞ്ഞ കളറിൽ വന്ന് ഇലകളൊക്കെ മഞ്ഞ കളറിൽ വന്ന് ഇലൻ്റെ അഗ്രഭാഗം ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ഉണങ്ങി പോകുന്നത് കാണാമെന്നുണ്ടെങ്കിൽ അത് ബോറോൺ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ബോറോൺ ചെടികൾക്ക് കിട്ടാതെ നമ്മൾ സൂക്ഷ്മ മൂലത്തിൽ പെട്ടിട്ടുള്ള ബോറോൺ ചെടികൾക്ക് തീരെ കിട്ടാതെ വരുമ്പോഴാണ് അങ്ങനെ ഡെഫിഷ്യൻസി വരിക. ഇനി തളിരല മഞ്ഞ കളറിലാണ് വരുന്നത്, ആ മഞ്ഞ കളർ പിന്നീട് വരുന്നതൊക്കെ വെള്ള കളറായിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ചെടികൾക്ക് കാൽസ്യം തീരെ കിട്ടുന്നില്ല. അപ്പോൾ പലരും പറയും ചിലപ്പോൾ ഞാൻ കുമ്മായിട്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അതിലൊക്കെ കാൽസ്യം ഇല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ മണ്ണിലിട്ട് കൊടുത്താലും മണ്ണിൽ ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും എഫക്റ്റ് ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്താലും അതേപോലെ കുമ്മായിട്ട് കൊടുത്തു കഴിഞ്ഞാലും, ഇനി അതല്ല നമ്മൾ എല്ലുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം, എല്ലുപൊടിയിലും കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസും ഉണ്ട്. അപ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെടികൾക്ക് കാൽസ്യം കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മണ്ണിൽ ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുത്തിട്ടും കാര്യമില്ല, അത് ചെടിക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ കാൽസ്യം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്തി പോവുക. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്താൽ, ഇപ്പോൾ ചൂട് കൂടുതലുള്ള ടൈമിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാതിരിക്കാം, ചൂടില്ലാത്ത ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നൈട്രജൻ അടങ്ങിയ വളം കൂടി നല്ല രീതിയിൽ കൊടുക്കുക, മഗ്നീഷ്യം കൊടുക്കുക. അപ്പോൾ ഉഷാറായിട്ട് തന്നെ തളിരല വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഈ ചൂട് കാലത്ത് വെള്ളം ഏത് സമയത്താണ് കൊടുക്കേണ്ടത്. ഞാൻ വെള്ളം കൊടുത്തിട്ടും ചെടി ഉണങ്ങി പോകുന്ന, ഇലകൾ വാടി പോകുന്നതെന്നൊക്കെ പലരും ഇപ്പോൾ വാട്സാപ്പിൽ എനിക്ക് ഫോട്ടോ അയച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ,
നമ്മളെ മണ്ണ് ഇപ്പോൾ പോട്ടിലൊക്കെ നട്ടിട്ടുള്ള മണ്ണ് ഇനിയിപ്പോൾ മണ്ണിലാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കുന്ന ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ല ഒരു ദിവസം വെള്ളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് എന്താ ചെയ്യുക, ടൈറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മണ്ണ് ടൈറ്റ് ആവുന്ന ടൈമിൽ നമ്മളെ വേരുകൾക്കൊക്കെ ക്ഷത ഏൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ വേരുകൾക്ക് ക്ഷത ഏറ്റിട്ട് പിന്നീട് നമ്മളിപ്പോൾ രാവിലെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുന്നതാണ്. അപ്പോൾ രാവിലെ വെള്ളം കൊടുത്തില്ല, നമുക്ക് ടൈമില്ല, നമ്മൾ രാത്രി പോയിട്ട് വെള്ളം കൊടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോട്ടിൽ വെച്ചതാണ്, നല്ല വെയിൽ വന്നിട്ട് മണ്ണ് ഇങ്ങനെ ടൈറ്റായിട്ട് ഉറച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേരുകൾക്ക് ക്ഷത ഏറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം വെള്ളം കൊടുത്തു കഴിഞ്ഞാലും നമ്മളെ വെള്ളമോ വളമോ ആ വേരുകൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ചെടികൾക്ക് ഉണക്കം വരുന്നത്. ഇത് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും വരില്ല കേട്ടോ, നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ വെള്ളം കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അതിരാവിലെ കൊടുക്കുക. അതിരാവിലെ മീൻസ് നമുക്കൊരു 11 മണി വരെ നമുക്ക് കൊടുക്കാം. അയച്ച ചൂട് വരുന്ന ഒരു സമയം വരെ നമുക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ എന്തായാലും ആ ചൂട് ഡയറക്റ്റ് ചൂടടിക്കുന്ന ടൈമിൽ മണ്ണിൽ ഏർപ്പെടണം. അപ്പോൾ വേരുകൾക്ക് ക്ഷതൊന്നും ഏൽക്കൂല. പിന്നെ രണ്ടാമത്തെ നമ്മൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെടികൾ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മണ്ണിൽ ഈർപ്പം വേണമെന്ന് പറഞ്ഞില്ല.